ഹായ്, ഞാൻ സത്യൻ വാവാട്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന സ്ഥലം റോഷൻ ഫ്രണ്ട് ഷോപ്പിംഗ് മാളാണ്. റിയാദ് എയർപോർട്ട് റോഡിലാണ് ഈ ഷോപ്പിംഗ് മാള്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാള് തന്നെയാണ്. കണ്ടമാനം ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 4-5 ഗേറ്റ് അങ്ങനെ ഉള്ളത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഈ മാളിൻ്റെ പുറത്തെ ഭാഗത്തൂടെയാണ്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലങ്ങനെ ഒരു ഫ്ലൈറ്റ് പോന്നു. അയ്യോ, മരത്തിൻ്റെ മറവിലായിപ്പോയി. ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ട്. കുറഞ്ഞ ദൂരമേ ഉള്ളൂ, ഒരു 5-6 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. അത്രയൊക്കെ ഉണ്ടാവും. ഈ മാളിൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന ആ റോഡാണ് എയർപോർട്ട് റോഡ്. അതിലങ്ങനെ റോഡ് കാണില്ല, എന്നാലും വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാം. രാത്രിയിലുള്ള സിറ്റി കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രസം തന്നെയല്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ ഓണായി കിടക്കുമ്പോൾ. ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല ഒരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ആകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അത് വ്യാഴം, വെള്ളി, ശനി എന്ന ദിവസങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും. ഇവിടെ പാർക്ക് ചെയ്യാൻ വരെ സ്ഥലം ഉണ്ടാവില്ല. ആ കാണുന്ന നീലയും പച്ചയും കളറുള്ള അവിടെയാണ് ഈ കാറുകളൊക്കെ ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്യുന്ന സ്പോട്ടാണ് അവിടെ, ഇലക്ട്രിക് കാറുകളൊക്കെ. എന്നാലും അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഉണ്ട്. പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. ഇങ്ങനെയല്ല വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ തിരക്ക്. ഈ കാണുന്ന ഈ നീലയും വെള്ളയുള്ള ഈ ഉന്തുവണ്ടി കണ്ടോ, ഇതൊരു വണ്ടി സർവീസ് ചെയ്യുന്ന മെഷീനാണ്. ഇവിടെ നിർത്തിയിടുന്ന വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കും. ആർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. 40 രൂപ എങ്ങനെയാണ് ഇവർക്ക് ചാർജ് ആകുന്നത് ഒരു വണ്ടി സർവീസ് ചെയ്താൽ. ഇവർ ശമ്പളം എന്ന് പറഞ്ഞാൽ ആകെ 1200 റിയാലാണ്. 10 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഒരു മാസത്തിൽ ഒരു 260 എണ്ണം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ 500 റിയാൽ എക്സ്ട്രാ കിട്ടും ശമ്പളത്തിൻ്റെ പുറമെ. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഈ അടുത്ത ഫ്ലൈറ്റും അതാ പോകുന്നത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കുറച്ച് വീഡിയോ എടുക്കാനോ വെച്ച് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പനകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഇവിടുത്തെ ഏരിയ. അത്രയും നീളത്തിലുണ്ട്. പിന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് വേറെയുണ്ട്. നമ്മളിപ്പോൾ പുറമെ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററോളം നീളത്തിലാണ് കിടക്കുന്ന ഈ മാള്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്, തിയേറ്റർ ഉണ്ട്, റെഡിമെയ്ഡ് ഷോപ്പ്, മൊബൈൽ ഷോപ്പുകളൊക്കെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ കുറേ തിയേറ്ററുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ കാണുന്നതാണ് സ്റ്റാർ ബോക്സ്. അങ്ങനെ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഒരു മരത്തിൻ്റെ ചോട്ടിൽ ലൈറ്റ് മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് നല്ല രസം തോന്നി. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ആ വീഡിയോ. ഇതുപോലെ പല മരത്തിൻ്റെ ചോട്ടിലും ഉണ്ട് കേട്ടോ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ. നല്ല രസമാണ് ഈ മരത്തിൻ്റെ മുകളിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ. ആ കാണുന്ന വാഹനം കണ്ടോ, കസ്റ്റമേഴ്സൊക്കെ വണ്ടിയൊക്കെ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും പാർക്ക് ചെയ്ത് വരിക. അപ്പോൾ പിന്നെ അവരെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്കൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടാക്കി കൊടുക്കുന്ന ഒരു വണ്ടിയാണിത്. ഇതാണ് ഇലക്ട്രിക് കാറുകളൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒരു 4 വണ്ടി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ 2 വണ്ടിയെ ചാർജിങ്ങിലുള്ളൂ. ഇവിടെയാണ് ഗേറ്റ് 3. ഇത് ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വീഡിയോ എടുത്തത്. ഉള്ളോട്ടൊന്നും ഞാൻ കയറിയില്ല. കയറാൻ പറ്റുമല്ലേന്ന് അറിയില്ല. ഞാൻ കുറച്ച് ദൂരം നിന്ന് ഇങ്ങനെ എടുത്ത് സെക്യൂരിറ്റിയോട് ചോദിച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. എവിടെ നോക്കിയാലും നല്ല രസം തന്നെയാണ് കാണാൻ.
നമ്മുടെയൊക്കെ നാട്ടിലെ ഉത്സവപ്പറമ്പിലേ നോക്കും പോലെ ഉണ്ട്. അത്രയും ലൈറ്റും കാര്യങ്ങളും ഒക്കെ. അത് കണ്ടോ, ദൂരെ കാണുന്ന ഒരു ബസ്, ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇത് ഈത്തപ്പനയല്ല, ഇത് നമ്മുടെ നാട്ടിലെ കരിമന പോലത്തെ അതുപോലത്തെ ഒരു സൈസ് പനയാണിത്. ആ ബസ് ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, കുറച്ച് നേരെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇന്ന് സ്വതവേ ഒരു തിരക്ക് കുറഞ്ഞ ദിവസമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബസ്സിന് അവിടെ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. അതിലൊരു 2-3 ആളായാലും വരെ അവരങ്ങ് കൊണ്ടുപോകും. അവരെയും കൊണ്ട് ഈ മാള് മൊത്തം കറക്കി കാണിച്ചു കൊടുക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ബസ് അവിടെ നിന്ന് എടുത്ത് ഒരു 3 ആളുണ്ട്. അതിൽ താഴത്തേലില്ല, മുകളിലത്തെ നിലയിലുണ്ട്. ഒരു 3 ആൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ ഷോപ്പിംഗ് മാളിൻ്റെ തൊട്ട് മുമ്പുള്ള ഈത്തപ്പഴത്തിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലൊന്നും കായ ഉണ്ടായിട്ടില്ല, കായ ഉണ്ടാകാനാവുന്നേ ഉള്ളൂ. കാരണം ഇതൊരു ഏകദേശം ചെറിയ തൈകളാണ് ഇതൊക്കെ. ഇത് വേറൊരു ദിവസത്തെ രാത്രി കാഴ്ചയാ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഓളിവാർഡ് റിയാദ് സിറ്റി. മുൻഭാഗത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഉള്ളിൽ കയറിയപ്പം കഴിച്ച അതിലെന്താ രസം. നല്ല വള്ളംകളി എന്ന് പറഞ്ഞാൽ വള്ളംകളി തന്നെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വള്ളംകളിയല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫുഡുകളാണ് ഉള്ളത്. ഫുഡ് കോർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അടിപൊളി ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പൈസയും കൊടുക്കണം, അത് കാരണം വാങ്ങി കഴിക്കണമെങ്കിൽ. എൻ്റെ കഫീലിൻ്റെ മക്കളെയും കൊണ്ട് വന്നതാണ് ഇവിടെ. ഇത് വേറൊരു ദിവസം മേഡത്തിൻ്റെ അനിയത്തിയും കൂടി കോഫി കുടിക്കാൻ വന്ന ഷോപ്പാണ്. ഇതിനുള്ളിലേക്ക് കുറേ ഷോപ്പുകളുണ്ട്. ഇവിടേക്ക് വന്ന ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 12:30 മണിക്കാണ്. ഏകദേശം തിരിച്ചു പോകുന്ന ടൈം 1:30 കഴിഞ്ഞാലാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയത്. ഈ പോക്കെന്ന് പറഞ്ഞാൽ സ്കൂളിലേക്കുള്ള പോക്കാണ്. നല്ല തിരക്കാണ്, റോട്ടിൽ നല്ല തിരക്കാണ്. സ്കൂളൊക്കെ തുറന്നൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കഫീലിലെ കുട്ടികളെ പുസ്തകം വാങ്ങാൻ പോവാണ്. കുറഞ്ഞ ദൂരം കൂടി ചെന്നാൽ സ്കൂളെത്തി. കുറഞ്ഞ ദൂരം കൂടി ഇവിടുന്ന് വലത്ത് തെറ്റി ഇടത്തോട്ട് തെറ്റിയാൽ സ്കൂളിൻ്റെ അടുത്തെത്തി. ഈ പുസ്തകം വാങ്ങി തിരിച്ച് വീട്ടിൽ പോയിട്ടാണ് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുസ്തകമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് സ്കൂള്, വലിയൊരു സ്കൂളാണ്. അങ്ങനെ മറ്റൊരു ദിവസത്തെ രാത്രി കാഴ്ച. ഇത് റിയാദ് എയർപോർട്ടാണ്, ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ വന്ന മേഡത്തിൻ്റെ അനിയത്തിനെയും കൊണ്ടുവന്നാണ്. അനിയത്തിയും ഭർത്താവും 2 കുട്ടികളെയും കൊണ്ടുവന്നാണ്. അവർ പാരീസിലേക്ക് പോവാണ്. ഭർത്താവിന് അവിടെയാണ് പണി. സാധാരണ ഇവിടെ നല്ല തിരക്കാണുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. നല്ല തിരക്കൊക്കെ ആകുമ്പോൾ നല്ല പോലീസുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അവർ അങ്ങനെ പിടിച്ചിട്ടാൽ നല്ല ഫൈനും കിട്ടും. അങ്ങനെ ഏകദേശം എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് ഞാൻ. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തെത്തി. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.